പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പിലാക്കിയതിലൂടെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രശ്നം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ K. പത്മകുമാറാണ് ചെയർമാൻ. സംസ്ഥാനത്ത് ഗതാഗത നയം രൂപീകരിക്കുമെന്നും സ്വകാര്യ ബസ് ഉടമകളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ പറഞ്ഞു. സർക്കാർ വേഗത്തിൽ നടപടിയെടുക്കണമെന്നും റിപ്പോർട്ട് വരുമ്പോഴേക്കും കുറേ ബസ്സുകൾ ഇല്ലാതാകുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആദ്യമായി തന്നെ അവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രാൻസ്പോർട്ട് പോളിസി നമ്മൾ ഉണ്ടാക്കും. ആ ട്രാൻസ്പോർട്ട് പോളിസി എന്താണെന്നുള്ളത് വിപുലമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഒരു പ്രശ്നം മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. 30,000-ഓളം ബസ്സുകൾ ഉണ്ടായിരുന്നത് 8,000 ബസ്സിലേക്ക് ചുരുങ്ങി. അപ്പം അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിലനിൽക്കവെയാണ് പ്രിയദർശിനി സ്കീം കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഞങ്ങൾക്കും അവർക്കും തമ്മിൽ യാതൊരു തർക്കവും ഇല്ല. ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ വെച്ച് സർക്കാർ പല കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവും രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ 30% ബസ്സുകൾ വെന്റിലേറ്ററിലാണ്. അതാണ് ഇപ്പൊ സ്ഥിതി. ഇനി ഇത് അടുത്ത ഒരു 45 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. അത് ഇനി സമയം എടുക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മിറ്റി വന്ന് 2 മാസം ഒക്കെ കഴിഞ്ഞാൽ ഈ ഓണത്തിന് മുമ്പായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇപ്പം നിലവിലുള്ളതിൽ പകുതിയിലധികം ഓടാൻ കഴിയാതെ, ഡീസൽ അടിക്കാൻ കഴിയാതെയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെയും അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ കഴിയാതെ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട്. ഇപ്പം തന്നെ പല ബസ്സുകളും പകുതി ട്രിപ്പുകളെ ഓടുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് വലിയ ഒരു കൂടുതൽ സമയമെടുക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ചർച്ച ഒരു സാറ്റിസ്ഫൈഡ് ചർച്ചയായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടു എന്നല്ലാതെ അതിൻ്റെ ഒരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾ സമര പരിപാടി ഇന്നിപ്പോൾ ഈ നിമിഷം ഒരു ബസ്സുകൾ നിർത്തിവെച്ചുള്ള സമരം ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഞങ്ങളുടെ സംയുക്ത സമിതിയുടെ യോഗം ഞങ്ങൾ 2 ദിവസത്തിനുള്ള അടിയന്തരമായി ചേർന്ന് ഞങ്ങൾ ഭാവി പരിപാടികൾ തീരുമാനിക്കും. RB സനൂപ് വിശദാംശങ്ങളുമായി. സനൂപ്, പൂർണ്ണമായും സംതൃപ്തരല്ലാതെയാണ് യോഗം കഴിഞ്ഞ് ബസ് ഉടമകളുടെ നേതാക്കൾ തിരിച്ചിറങ്ങി വന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് സർക്കാരിന് മുമ്പാകെ വെച്ചെങ്കിൽ കൂടിയും ചില എന്ന് വെച്ചാൽ സമിതിയെ നിയോഗിക്കാം, എന്തൊക്കെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നതിൻ്റെ ചില സൂചനകളൊക്കെ വകുപ്പ് മന്ത്രി നൽകുന്നുണ്ടെങ്കിലും ആ നീക്കങ്ങൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കാൻ ബസ് ഉടമകൾ തയ്യാറാണ് എന്നതിൻ്റെ സൂചന അവസാനത്തെ അവരുടെ വാക്കുകളിലുണ്ടോ? 2 ദിവസം കഴിഞ്ഞൊരു യോഗം അവർ സ്വന്തമായി നടത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും സുപ്രധാനമായെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ ബസ് ഉടമകൾ? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ അവർ ഒട്ടും സംതൃപ്തരായിട്ടല്ല ഈ യോഗത്തിൽ നിന്ന് പോയത്. പക്ഷേ ഇന്നൊരു ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ബസ് സർവീസുകൾ നിർത്തിയിട്ടുള്ള സമരത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് അവരുടെ ഒരു ചർച്ചയുണ്ടാകും. അവരുടെ സംഘടനയെല്ലാം കൂടെ ചേർന്ന് ഒരു യോഗം കൂടിയ ശേഷം തീരുമാനിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ സെക്രട്ടേറിയറ്റ് നടയിലടക്കം റിലേ സത്യാഗ്രഹ സമരം അടക്കം അവർ ഉദ്ദേശിക്കുന്നു. അതുപോലെ പണിമുടക്കിലേക്ക് നീങ്ങാനൊക്കെയുള്ള നീക്കം സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒട്ടും സംതൃപ്തരായിട്ടല്ല അവർ മടങ്ങുന്നത്. കാരണം ഈ പ്രിയദർശിനി പദ്ധതി വന്ന ശേഷം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നു എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഒരു സമിതി അല്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി വേണമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ പോലും ഈ സമിതിയെ വെച്ചു അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 5-അംഗ സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. മുൻ DGP K. പത്മകുമാർ IAS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. പക്ഷേ ആ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞെങ്കിലും അതിന്റെ സർക്കാർ ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. അതിനുശേഷം 6 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സമയപരിധിയാണ് സർക്കാർ ഈ കമ്മിറ്റിക്ക് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ആ സമയപരിധിക്കുള്ളിൽ പ്രശ്നങ്ങൾ
കൂടുതൽ വഷളാവുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ പല ബസ് സർവീസുകളും നിർത്തിവെക്കേണ്ട സ്ഥിതിയാണുള്ളത്. കാരണം ഉദ്ദേശിച്ച വരുമാനം ലഭ്യമാകുന്നില്ല, ഡീസൽ അടിക്കാൻ പോലുള്ള വരുമാനം ലഭ്യമാകുന്നില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഈ കമ്മിറ്റി രൂപീകരിച്ചാലും അത് സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. മുമ്പ് ഈ വിദ്യാർത്ഥികളുടെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പല കമ്മിറ്റികളെ രാമേന്ദ്രൻ കമ്മീഷനായാൽ പോലും അതേപോലെ തന്നെ രവി രാമൻ കമ്മീഷനായാൽ പോലും ഒക്കെ തന്നെ സർക്കാർ നിയോഗിച്ചിരുന്നു. പക്ഷേ അതിന്റെ ഒന്നും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നില്ല. അപ്പം നിലവിൽ ഈ പറയുന്ന പോലെ ഈ കമ്മിറ്റി രൂപീകരിച്ചെങ്കിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വേഗത്തിൽ ഉണ്ടാക്കണം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുറയ്ക്ക് തന്നെ ഇതൊരു തീരുമാനം വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പണിമുടക്ക് താൽക്കാലികമായിട്ടാണ് പിൻവലിച്ചെങ്കിലും അതിൽ നിന്ന് പിന്നോട്ടൊന്നും അവർ പോയിട്ടില്ല. കാരണം ഈ പറയുന്ന പോലെ വെറും ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. നിലവിൽ ടിക്കറ്റ് ഇതര വരുമാനം കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ട നിർദ്ദേശം സർക്കാർ സ്വകാര്യ ബസ് ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. ഈ KSRTC ബസിന്റെ അകത്തും പുറത്തുമൊക്കെ പരസ്യം പതിപ്പിക്കുന്നതിന് തുല്യമായിട്ട് ഇവർക്കും പരസ്യം പതിപ്പിക്കാനുള്ള അനുമതി നൽകാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ KSRTC ആരംഭിച്ചതുപോലെയുള്ള കൊറിയർ സർവീസ് ആരംഭിക്കാനുള്ള അനുമതിയും കൊടുക്കാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് തന്നെ ഈ വ്യവസായത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഈ KSRTC ബസ്സിൽ അനുവദിച്ച പ്രിയദർശിനി പദ്ധതി അത് സ്വകാര്യ ബസ്സുകളിൽ കൂടി അനുവദിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അക്കാര്യം പെട്ടെന്ന് കഴിയില്ല. അതെന്തായാലും സമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ തീരുമാനിക്കാമെന്നാണ് സർക്കാർ പറയുന്നത്.